മുഖ്യമന്ത്രിയെയും AG ഓഫീസിനെയും വിമർശിച്ച ഹൈക്കോടതി ജഡ്ജിക്കെതിരെ മന്ത്രി KC ജോസഫിന്റെ രൂക്ഷ വിമർശം. ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ ഓരിയിട്ടാൽ എന്ത് ചെയ്യുമെന്ന് മന്ത്രിയുടെ ചോദ്യം. സ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം മറന്ന് പ്രവർത്തിച്ചാൽ ഗുണകരമാകില്ലെന്ന് മുഖ്യമന്ത്രി. AGക്കെതിരായ വിമർശം മുഖ്യമന്ത്രിയുടെ കരണത്ത് കിട്ടിയ അടിയെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് ആദ്യമായി എയർ ലിഫ്റ്റിംഗ് ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയം കൊച്ചിയിലെത്തിച്ചു. 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് ഹൃദയം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവയവമാറ്റ ശസ്ത്രക്രിയ പുരോഗമിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിൽ പിടിവലി. പാലോട് രവിക്ക് വേണ്ടി A ഗ്രൂപ്പും K മുരളീധരനായി I ഗ്രൂപ്പും രംഗത്ത്. സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന നിലപാടിൽ ഉറച്ച് RSPയും. പ്രവാസികൾക്ക് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാനാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടോ ബാലറ്റോ അനുവദിക്കാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചു. മെഡിക്കൽ പ്രവേശ പരീക്ഷയിൽ ശിരോവസ്ത്രം അനുവദിക്കണമെന്ന ഹർജി സുപ്രീം കോടതി പരിഗണിച്ചില്ല. മുസ്ലിം സംഘടനകളുടെ ഹർജി ഗൗരവമുള്ളതല്ലെന്ന് സുപ്രീം കോടതി. ശിരോവസ്ത്രം ഇല്ലാതെ പരീക്ഷാ ഹാളിൽ പോയാൽ വിശ്വാസമില്ലാതാകില്ലെന്നും കോടതി. ശിരോവസ്ത്രം ധരിക്കുന്നതിന് വിലക്കില്ലെന്ന് CBSE. ജഡ്ജിയെ വിമർശിക്കുന്ന KC ജോസഫിന്റെ നിലപാട് അപകടം ക്ഷണിച്ചു വരുത്തുകയാണോ? സ്പെഷ്യൽ എഡിഷൻ ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. AGയുടെ ഓഫീസിനെ വിമർശിച്ച ഹൈക്കോടതി ജഡ്ജിക്ക് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശം. സ്ഥാനത്തിന്റെ ഉത്തരവാദിത്വവും മഹത്വവും മറന്ന് പ്രവർത്തിച്ചാൽ സമൂഹത്തിന് ഗുണകരമാകില്ലെന്ന് ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞു. AGയുടെ ഓഫീസിന്റെ കാര്യക്ഷമത വർദ്ധിച്ചതാണ് ചിലർക്ക് പ്രശ്നമെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ജഡ്ജിക്കെതിരെ ആഞ്ഞടിച്ചത്. AGയുടെ ഓഫീസിനെ വിമർശിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിമർശിച്ചത്. കഴിഞ്ഞ 4 വർഷമായി സർക്കാരിന് വേണ്ടി നടത്തിയ എല്ലാ കേസുകളും ജയിച്ച ചരിത്രമാണ് AGക്കുള്ളത്. AGയുടെ ഓഫീസിന്റെ കാര്യക്ഷമത വർദ്ധിച്ചതാണ് ജഡ്ജിക്ക് പ്രശ്നമായത്. സ്ഥാനത്തിന്റെ മഹത്വവും ഉത്തരവാദിത്വവും മറന്ന് പ്രവർത്തിക്കുന്നത് സമൂഹത്തിന് ഗുണകരമാകില്ലെന്ന് ഉമ്മൻചാണ്ടി തുറന്നടിച്ചു. അപ്പം കാര്യക്ഷമത ഇല്ലാതിട്ടല്ല, അഡ്വക്കേറ്റ് ജനറലിന്റെ കാര്യക്ഷമതയിൽ അസ്വസ്ഥത കൊള്ളുന്നവരാണ് ഇന്നുള്ളത് എന്നതാണ് കാരണം. അറ്റോർണി ജനറലിനെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരമെന്ന അലക്സാണ്ടർ തോമസിന്റെ പരാമർശത്തിനും രൂക്ഷമായ ഭാഷയിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മറുപടി. മുഖ്യമന്ത്രി ആരാ അറ്റോർണി ജനറലിനെ വിമർശിക്കാൻ എന്ന് ചോദിച്ചു. ഞാൻ വിമർശിക്കും, നാളെയും വിമർശിക്കും. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ. കേസ് നടത്തിപ്പിൽ കേരളം തമിഴ്നാടിനെ കണ്ടുപഠിക്കണമെന്ന ജഡ്ജിയുടെ അഭിപ്രായത്തെയും മുഖ്യമന്ത്രി പരിഹസിച്ചു. ജഡ്ജി തന്നിരിക്കുന്ന ഒരു ഉപദേശം, തമിഴ്നാട്ടിൽ കേസ് നടത്തുന്നത് പോയി പഠിക്കാൻ. തമിഴ്നാട്ടിൽ ബലാത്സംഗ കേസ് വരെ കോംപ്രമൈസ് ചെയ്യണം എന്ന നിലയിൽ ഹൈക്കോടതി ഉത്തരവുണ്ടാകുകയും അത് സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. സാറ് ബലാത്സംഗ കേസ് ഒത്തുതീർപ്പിലാക്കണം എന്നുള്ള ഒരു സമീപനം എടുക്കുന്ന അങ്ങനെയുള്ളതോടൊന്നും നമുക്ക് യോജിപ്പില്ല. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മീഡിയ 1 തിരുവനന്തപുരം. ഹൈക്കോടതി ജഡ്ജി അലക്സാണ്ടർ തോമസിനെതിരെ രൂക്ഷ വിമർശവുമായി മന്ത്രി KC ജോസഫും ഇന്ന് രംഗത്തെത്തി. മുഖ്യമന്ത്രിയുമായി ബന്ധമില്ലാത്ത കേസിൽ നടത്തിയ ജഡ്ജിയുടെ അജ്ഞതയുടെ തെളിവാണെന്ന് KC ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചു. ചായത്തൊട്ടിയിൽ വീണ് രാജാവായ കുറുക്കനാണ് ജഡ്ജി എന്ന പരിഹാസവും KC ജോസഫ് നടത്തി. അറ്റോർണി ജനറലിനെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അവകാശമെന്ന ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ പരാമർശം നിയമത്തിലുള്ള അദ്ദേഹത്തിന്റെ അജ്ഞതയുടെ തെളിവാണെന്ന് KC ജോസഫ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മുഖ്യമന്ത്രിയുമായി ബന്ധമില്ലാത്ത കേസിൽ അദ്ദേഹത്തിനെതിരെ പരാമർശം നടത്താൻ ജഡ്ജിക്ക് എന്ത് അവകാശം? പബ്ലിസിറ്റി ഗ്രേസ് എല്ലാവരെയും ബാധിച്ചാൽ എന്തു ചെയ്യാൻ കഴിയും? കമന്റ് പറഞ്ഞയാളുടെ ഭൂതകാലം നോക്കിയാൽ അവർ പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ചായത്തൊട്ടിൽ വീണ രാജാവായ കുറുക്കൻ അറിയാതെ ഓരിയിട്ടുപോയാൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്ന മന്ത്രി പരിഹസിക്കുന്നു. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കായി സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് ആരുടെയും അനുമതി ആവശ്യമില്ല. AGക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശം നിലനിൽക്കുന്നതാണെന്നും മന്ത്രി പറയുന്നു. AGക്കെതിരെ വിമർശമുണ്ടെങ്കിൽ നേരിട്ടോ ചീഫ് ജസ്റ്റിസ് മുഖേനയോ പറയാമായിരുന്നുവെന്നും ഫേസ്ബുക്കിൽ KC കുറിച്ചു. ഹൈക്കോടതി ജഡ്ജിക്കെതിരെ നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി നടത്തിയ വിമർശത്തിന് തുടർച്ചയായാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. മീഡിയ 1 തിരുവനന്തപുരം. KC ജോസഫിന്റെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും നടപടി ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാനാകുമോ? ഏതുതരം അപകടമാണ് സർക്കാരിന്റെ ജഡ്ജിക്കെതിരായ നിലപാട് ക്ഷണിച്ചു വരുത്താൻ പോകുന്നത്? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ബാബു എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഉദയഭാനു,
അദ്ദേഹം കൊച്ചിയിൽ തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കും. പി ശ്രീരാമകൃഷ്ണൻ MLA CPM-നെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. ആദ്യം നിയമവിദഗ്ധൻ എന്ന നിലയിൽ അഡ്വക്കേറ്റ് ഉദയഭാനു, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെതിരെ KC ജോസഫ് നടത്തിയിട്ടുള്ള, ഞാൻ അതിനെ തരംതാണ ഭാഷയിൽ നടത്തിയിട്ടുള്ള വിമർശനം എന്ന് പറയാൻ ധൈര്യപ്പെടുകയാണ്. ആ വിമർശം ഏത് തരം വികാര പ്രകടനത്തിൻ്റെ ഭാഗമായാണ് നിർവചിക്കേണ്ടത്? ശ്രീ ഗോപികൃഷ്ണൻ, നിലവാരമില്ലാത്ത സംസ്കാരമില്ലാത്ത ഒരു മനസ്സിൽ നിന്ന് മാത്രമേ ഇതുപോലുള്ള വൃത്തികെട്ട ജൽപ്പനങ്ങൾ ഉണ്ടാകാൻ കഴിയുള്ളൂ. സംസ്കാരം എന്നത് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു പ്രദേശത്ത് നിലവിലിരിക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ അവസ്ഥയുടെ പ്രത്യയശാസ്ത്രപരമായ പ്രതിഫലനമാണ്. ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ വളരെ വൃത്തിയോടുകൂടി നിയമപരമായി മാത്രം കാര്യങ്ങൾ കാണുകയും വസ്തുതാപരമായി ഈ കാര്യങ്ങളെ നിലനിർത്തുകയും ചെയ്യേണ്ട ബാധ്യതപ്പെട്ട ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള നിലവാരം കുറഞ്ഞ ഒരു സമീപനമാണ് ഈ കാര്യത്തിലുണ്ടായത്. ഇത് തികച്ചും അപലപനീയമായിട്ടുള്ള ഒരു നിലപാടാണ്. കേരളീയ സമൂഹത്തിന് ചേരാത്ത നിലപാടാണ് ഇതിൽ താങ്കൾ പറഞ്ഞതുപോലെ ഒരു സംസ്കാര സമ്പന്നതയുടെ അല്ലെങ്കിൽ പ്രയോഗിക്കാൻ കഴിയുന്ന വാക്കുകൾ ഉപയോഗിച്ച് വിമർശിച്ചോ എന്ന രീതിയിൽ ലളിതമായി മാത്രം നമ്മൾ സമീപിക്കേണ്ട ഒരു വിഷയമാണോ, അതോ അതിനും അപ്പുറം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് നിയമസഭയിൽ ജഡ്ജിക്ക് നേരെ വിമർശനം ഉയർത്തി? ഏതാണ്ട് അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് KC ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. ചായത്തുട്ടിയിൽ വീണ് രാജാവായ കുറുക്കൻ ഓലിയിടുന്നത് പോലെ എന്നും, അതുപോലെ തന്നെ നിയമത്തെക്കുറിച്ച് അജ്ഞനായിട്ടുള്ള ഒരു വ്യക്തി എന്നുമെല്ലാമുള്ള പരാമർശങ്ങൾ KC ജോസഫ് നടത്തിയിട്ടുണ്ട്. വലിയ മാനങ്ങൾ, ഒരുപക്ഷെ കോടതിയെ വിമർശിക്കുന്ന, ജഡ്ജിയെ വിമർശിക്കുമ്പോൾ ലഭിക്കാവുന്ന കോടതി അലക്ഷ്യ നടപടിയുടെ പരിധിക്കുള്ളിൽ വരുന്ന ഉയർന്ന മാനങ്ങളുള്ള വിമർശനങ്ങളിലല്ലേ ഇന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്? ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ അതിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ളൊരു തലത്തിലേക്ക് ഇത് എടുത്തു കഴിഞ്ഞു. അലക്സാണ്ടർ തോമസ് ഇന്നലെ കോടതിയിൽ വെച്ച് നടത്തിയത് ഒരിക്കലും വ്യക്തിപരമായിട്ട് അഡ്വക്കേറ്റ് ജനറലിനെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആക്ഷേപമായിരുന്നില്ല. സർക്കാർ അഭിഭാഷകർക്കെതിരെ പോലും വ്യക്തിപരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. വേണ്ടത്ര ഗൃഹപാഠം നടത്താതെ വളരെ ചുരുങ്ങിയ ഒരു പറ്റം അഭിഭാഷകർ അവിടെ പതിവുണ്ട്. അങ്ങനെ വരുന്ന ആളുകളെ നിയന്ത്രിക്കാൻ ബാധ്യതപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കേണ്ടതാണ്. ആ ജാഗ്രത കുറവ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഭാഗത്തുണ്ടായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അങ്ങനെ അതാണ് ശ്രീ അലക്സാണ്ടർ തോമസ് ഓർമ്മിപ്പിച്ചത്. അതേപോലെ തന്നെ സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ വേണ്ടത്ര ജാഗ്രതയില്ലാതെ പ്രവർത്തിക്കുന്നു എന്നത് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ബാധ്യതപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അറ്റോർണി ജനറലിനെ വിമർശിക്കാനായിട്ട് എന്താണ് അവകാശം? ഈ നിലയ്ക്കാണ് ചോദിച്ചത്. അല്ലാതെ ഇതൊന്നും മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ടോ അതുപോലെ തന്നെ ഈ ശ്രീ ദണ്ഡപാണി സാറിനെ വ്യക്തിപരമായിട്ടോ ഒന്നും അധിക്ഷേപിച്ചതല്ല. ഇത് വ്യക്തിപരമായിട്ട് ഇവരെടുത്തതുകൊണ്ട് ഒരു പ്രതിഫലനമാണ് ഇത് വന്നത്. ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കത്തിൻ്റെ തുടക്കമാണ്. അതേപോലെ തന്നെ ഈ നിയമ ലംഘനവുമാണ്. ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രിയും ശ്രീ KC ജോസഫ് സാംസ്കാരിക മന്ത്രിയും ചെയ്തിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള നിയമ പ്രത്യാഘാതം. തിരിച്ചു വരാം. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഹൈക്കോടതി ജഡ്ജിയുടെ കഴിവിനെ, അദ്ദേഹത്തിൻ്റെ പ്രാപ്തിയെ, ഒരു വിധി പുറപ്പെടുവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അറിവിനെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിലും KC ജോസഫ് ഫേസ്ബുക്കിലൂടെ പൊതുസമൂഹത്തിനിടയിലും നടത്തിയിട്ടുള്ള വിമർശനത്തെ താങ്കൾ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് തോന്നുന്നത്, ഭരണഘടനാനുസൃതമായ സ്ഥാപനങ്ങളാണ് നിയമസഭയായാലും ജുഡീഷ്യൽ ഹൈക്കോടതി ആയാലും ഒക്കെ ഭരണഘടനാനുസൃതമായ സ്ഥാപനങ്ങളാണ്. ആ ഭരണഘടന വേർതിരിവോടുകൂടി ചില അവകാശ അധികാരങ്ങൾ അത്തരം സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർക്ക് നൽകുന്നുണ്ട്. അങ്ങനെ നൽകിയിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിലിരുന്നു കൊണ്ട് പുറപ്പെടുവിക്കുന്ന പ്രസ്താവനകളോ അല്ലെങ്കിൽ കമൻസോ ആരുടെയും അവർക്ക് അവകാശപ്പെട്ട അതിർവരമ്പുകൾ ലംഘിക്കപ്പെടാതെ നോക്കേണ്ടുന്നത് ഇത്തരം സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അത് ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ ഭാഗത്തു നിന്നായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നായാലും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നായാലും പൊതുപ്രവർത്തകന്മാരുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഉണ്ടാകേണ്ടുന്ന ആത്മനിയന്ത്രണത്തെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇത്തരമൊരു പരാമർശത്തിന് കാരണമായ വിഷയങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് എനിക്ക് നേരിട്ടറിവില്ല, ഞാൻ അതിനെക്കുറിച്ച് കണ്ടിട്ടില്ല.
മാധ്യമങ്ങളിലൂടെ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്തകൾ ശരിയെന്ന് സമ്മതിക്കുന്ന സാഹചര്യത്തിൽ അതിർകവിഞ്ഞ പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു വിഭാഗം ജനവിഭാഗം അല്ലെങ്കിൽ ആ പരാമർശത്തിന് വിധേയരായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ കുറച്ചുകൂടി ഒരു പക്വമായ സമീപനം അതിനോട് പ്രതികരിക്കുമ്പോൾ നമുക്കെല്ലാം സ്വീകരിക്കാവുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അതിൽ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഒരു ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലയിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാം. അതിനപ്പുറം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആയില്ല, ഈ വിഷയത്തിലുള്ള താങ്കളുടെ നിലപാടിൽ വ്യക്തതയുമായില്ല. KC ജോസഫ് പറഞ്ഞതിനെ താങ്കൾ ന്യായീകരിക്കുന്നുണ്ടോ? അത് കോടതി ലക്ഷ്യത്തിൻ്റെ പരിധിക്കുള്ളിൽ വരുന്നതാണെന്നുള്ള ബോധ്യം ഒരു അഭിഭാഷക നിലയിൽ താങ്കൾക്ക് ഉണ്ടാവുമല്ലോ. അല്ല, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ KC ജോസഫിൻ്റെ പോസ്റ്റിങ്ങിൻ്റെ ഫുൾ ടെക്സ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല, ഞാനത് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ഫുൾ ടെക്സ്റ്റ് ഫുൾ ടെക്സ്റ്റ് വായിക്കുന്നത് വരെയും കാണുന്ന ഫുൾ ടെക്സ്റ്റ് കോടതി അലക്ഷ്യ പരിധിക്കകത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വായനയിലൂടെ കേട്ട് തീരുമാനിക്കാവുന്നതല്ല. അതിനൊരു നിയമപരമായ വിശകലനം ആവശ്യമുണ്ട്. ശരി, KC ജോസഫിന്റെ കാര്യം താങ്കൾ വിടൂ. ഉമ്മൻചാണ്ടി ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് താങ്കൾ കേട്ടോ? അദ്ദേഹം പറഞ്ഞത് ഈ ജഡ്ജി ഇതിനു മുൻപ് മറ്റൊരു കേസിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടായി എന്നൊരു കേസിൽ അത് മദ്യപിച്ചെന്ന് മാറ്റി അശ്രദ്ധമായി എന്ന കേസ് ചുമത്തി ഒരാൾ കോടതിക്ക് മുന്നിലെത്തിയപ്പോൾ ആ ജഡ്ജി പറയുന്നു, അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ജഡ്ജിയാണ്, അലക്സാണ്ടർ തോമസിനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നു ഇദ്ദേഹം അങ്ങനെ ചെയ്യില്ല, എനിക്ക് വ്യക്തിപരമായി അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മൻചാണ്ടി വിമർശിക്കുന്നത്. പിന്നെ അദ്ദേഹം ഓരോ കാര്യത്തിനും അദ്ദേഹം മറുപടി പറയുന്നു. താങ്കൾക്ക് സഭയ്ക്കകത്തുള്ള കാര്യങ്ങൾ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ താങ്കൾക്ക് അത് ആ ബൈറ്റ് കേൾപ്പിച്ചു തരാം. നമുക്ക് ആ ബൈറ്റ് ആദ്യം കേൾക്കാം. എന്താ കേസ്? 2011 ജൂണിൽ പോലീസ് ചാർജ് ചെയ്ത ഒരു കേസ്. ഒരാൾ കള്ളു കുടിച്ച് അശ്രദ്ധയോടുകൂടി കാർ ഓടിച്ചു എന്നതിൻ്റെ പേരിലെ കേസ്. സാറ്, ആ കേസിൽ പോലീസ് പരിശോധന നടത്തിയപ്പോൾ ഈ കള്ളു കുടിച്ചു എന്നുള്ളത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ആ കുറ്റം ഒഴിവാക്കി അശ്രദ്ധയോടുകൂടി കാർ ഓടിച്ചു എന്ന് കേസാക്കി. സാർ, അശ്രദ്ധയോടുകൂടി കാർ ഓടിച്ചു എന്നുള്ള കേസ് പിൻവലിക്കണം, എന്നെ കുറ്റവിമുക്തനാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി കേസ് കൊണ്ട് കൊടുത്തു. സാർ, ജഡ്ജിയുടെ ആദ്യത്തെ കമൻ്റ് എന്താണെന്നറിയാമോ? ഈ ആളെ എനിക്ക് നേരിട്ടറിയാം, ഈ ആള് അങ്ങനെ ചെയ്യുന്നതല്ല. മാത്യു തോമസ്, അങ്ങനെയാണ് ജഡ്ജിയുടെ അഭിപ്രായമെങ്കിൽ ആ കേസ് ഈ ജഡ്ജി കേൾക്കാമോ? ഇതൊരു വിമർശനമാണോ? ഇത് നിയമസഭക്കകത്ത് അനുവദിച്ചിട്ടുള്ള അനുവദനീയമായ ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പരാമർശത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള വിശദീകരണങ്ങൾ, അദ്ദേഹം ജഡ്ജിയുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യുന്നത് സഭയ്ക്കകത്താണെങ്കിലും. ജഡ്ജിയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യാൻ അവകാശം നിയമസഭയ്ക്കകത്തുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സബ്സ്റ്റാൻഷിയേറ്റീവ് ഫാക്ട്സ് ആണെങ്കിൽ ആ ഫാക്ട് പറയാൻ അവകാശമുണ്ടല്ലോ. ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, കോടതിയും ചില ഫാക്ടുകളാണ് പറഞ്ഞതെങ്കിൽ കടന്ന അഭിപ്രായ പ്രകടനവും ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേക പരിരക്ഷയിൽ നടക്കുന്ന സബ്സ്റ്റാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് താങ്കൾ എങ്ങനെ കാണും? അല്ല, അങ്ങനെയല്ല ഗോപീഷ്. അതല്ല, കോടതി പറഞ്ഞിരിക്കുന്നത് ആ പർട്ടിക്കുലർ കേസിൽ എനിക്കതിനെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് പറഞ്ഞാൽ, ഈ കാര്യത്തിൽ കോടതിയിൽ ഗവൺമെൻറ് ഒരു കക്ഷിയാണ്, മറുകക്ഷി വേറൊരാളുമാണ്, രണ്ടിനും അഭിഭാഷകന്മാരുണ്ട്. അതിൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന അഭിഭാഷകന്മാർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ ഭാഗം കേസ് നടത്തുന്നതിൽ അവർ നിശ്ചയിച്ച അഭിഭാഷകന്മാർ വീഴ്ച വരുത്തുകയോ കൃത്യവിലോപം കാണിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ജഡ്ജിക്ക് ആ വിധിന്യായത്തിൽ അതിനെക്കുറിച്ച് എഴുതാം. ഒന്നുകിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഡയല്യൂട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം അതിനെ കാണുന്നതെങ്കിൽ അദ്ദേഹത്തിന് കോടതിയുടെ രജിസ്ട്രിയോട് അല്ലെങ്കിൽ രജിസ്ട്രാറോട് ഈ കക്ഷിയെ വിവരം അറിയിക്കൂ, ഇദ്ദേഹത്തിൻ്റെ വക്കീൽ മര്യാദക്ക് കേസ് നടത്തുന്നില്ല എന്ന് പറയാവുന്ന അത്തരമല്ല ചില സൗകര്യങ്ങളും അവകാശങ്ങളും ഒക്കെ ജഡ്ജിക്കുണ്ട്. അതിൽ നിന്നൊക്കെ വിട്ടുമാറി ചില പരാമർശങ്ങൾ അതിന് കടന്നു പോയോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ, ഞാനങ്ങനെ സംശയിക്കുന്നു. സുരേഷ് ബാബു, നമുക്ക് കുറച്ച് പഴക്കമുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ ബൈറ്റുകൾ ഇനിയും നമുക്ക് കേൾപ്പിക്കാൻ കഴിയും. കാരണം ഇതിനു മുൻപ് MB ജയരാജൻ ശിക്ഷിക്കപ്പെട്ട സമയത്തും അതിനു മുൻപുണ്ടായ കോടതിയലക്ഷ്യ സംഭവങ്ങളിലെല്ലാം ശ്രീ ഉമ്മൻചാണ്ടി
കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ നീതിന്യായ വ്യവസ്ഥ എന്ത് പറഞ്ഞാലും അവിടെ നിന്ന് എന്ത് വന്നാലും ഞങ്ങളത് അനുസരിക്കുന്നു, തിരിച്ച് ഞങ്ങൾ ചോദ്യം ചെയ്യരുത്. അങ്ങനെ ചോദ്യം ചെയ്താൽ കോടതിയുടെ അഭിപ്രായ പ്രകടനത്തെ ചോദ്യം ചെയ്യുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് ഇതേ മുഖ്യമന്ത്രിയാണ്. അല്ല, അതിൽ നിന്നും മുഖ്യമന്ത്രി ഒരു ഇഞ്ച് പോലും മാറുന്നുണ്ടാവില്ല. അദ്ദേഹം അതിന് മാറുന്ന ഒരു മുഖ്യമന്ത്രിയുമല്ല. നീതിന്യായ വ്യവസ്ഥയും നീതിപീഠത്തെയും പൂർണ്ണമായി അംഗീകരിക്കുകയും ആ അംഗീകാരത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. പക്ഷേ ചില പരാമർശങ്ങൾ അസ്ഥാനത്താണെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ചില പരാമർശങ്ങളുടെ വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ അദ്ദേഹത്തിന് ചുമതലയുണ്ടല്ലോ. ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീരാമകൃഷ്ണൻ. ഇവിടെ KC ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെയും ഇന്ന് മുഖ്യമന്ത്രി സഭയ്ക്കകത്ത് നടത്തിയിട്ടുള്ള പരാമർശങ്ങളെയും താങ്കൾ ജഡ്ജിക്ക് മേലുള്ള വിമർശനമായി കാണുന്നുണ്ടോ? എങ്ങനെയാണ് ഈ വിഷയത്തെ താങ്കൾ സമീപിക്കുന്നത്? കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ കോടതിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ വരുന്ന സമയത്തും താൻ ഇത്തരം കാര്യങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തുകയില്ല, കോടതിക്കെതിരായിട്ട് ഒരിക്കലും അഭിപ്രായം പറയാത്ത ആളാണ് എന്ന് മറ്റൊരാൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ന്യായയുക്തമായ ഒരു വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അതെല്ലാം മറന്നുപോവുകയും ഏകപക്ഷീയമായിട്ട് കോടതിക്കെതിരെ കടന്നാക്രമിക്കുന്ന ഒരു രീതി കാണിക്കുകയുമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ എന്താണ് ഇന്നലെ കോടതി പറഞ്ഞത്? അറ്റോർണി ജനറലിനെ കുറ്റപ്പെടുത്തുന്ന മുഖ്യമന്ത്രി AG's ഓഫീസിന്റെ പ്രവർത്തനം സുഗമമാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന് കഴിയുന്നില്ലെങ്കിൽ AG's ഓഫീസ് പ്രവർത്തനം നിർത്തി അത് സ്വകാര്യ അഭിഭാഷകരെ ഏൽപ്പിക്കണം എന്നായിരുന്നു കോടതി പറഞ്ഞതിന്റെ ഉള്ളടക്കം. അതായത് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിയമപരമായ പ്രവർത്തനങ്ങളുടെ മുൻകൈ കാണാത്ത സാഹചര്യത്തിൽ, അവർക്കതിന് ഒഴിവില്ലാത്ത സാഹചര്യത്തിൽ സ്വകാര്യ അഭിഭാഷകരെ വെച്ചെങ്കിലും അത് നടത്താൻ തയ്യാറാകണം എന്ന ഏറ്റവും കൃത്യമായ ഒരു വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായത്. ആ വിമർശനത്തിനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി 5 മിനിറ്റിനുള്ളിൽ പ്രതികരിക്കുകയാണ് ചെയ്തത്. അതെല്ലാം നുണയാണ്. AG's ഓഫീസ് നല്ല നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി? ഒരു പക്ഷേ സ്വന്തം അനുഭവങ്ങളുടെയും സ്വയം ലഭ്യമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കണം ഹൈക്കോടതി അത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് അങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ ഞാൻ പരിഹരിക്കാവുന്നതാണ് എന്ന് പറയേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ജഡ്ജിക്കെതിരായിട്ട് തന്നെ രംഗത്ത് വരുന്നതാണ് നമ്മൾ ഇന്നലെ തന്നെ കണ്ടത്. അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ തനിക്കും തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പ്രയാസകരമായ, ക്ലേശകരമായ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും കമന്റുകൾ വന്നാൽ അപ്പോൾ എല്ലാം മറന്ന് പ്രതികരിക്കുന്ന രീതി തങ്ങൾ സ്വീകരിക്കുമെന്നതിന്റെ ഏറ്റവും ശരിയായ ഉദാഹരണമായിട്ട് ഇത് കാണാൻ പറ്റും. അഡ്വക്കേറ്റ് ഉദയഭാനു, നേരത്തെ ശുംഭൻ പരാമർശത്തിന്റെ പേരിൽ പിന്നീട് മാപ്പ് പറയാൻ തയ്യാറാകാത്തതിനാലാണ് MP ജയരാജൻ കോടതിയലക്ഷ്യ കേസിന് ശിക്ഷിക്കപ്പെട്ടത്. സമാനമായി 2 കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇതിനു മുൻപും കോടതിയലക്ഷ്യ നടപടികൾ നേരിട്ടിട്ടുണ്ട്. EMSഉം പാലോളി മുഹമ്മദ് കുട്ടിയും. ഇരുവരും EMSന് പിഴ ചുമത്തുകയും പാലോളി മുഹമ്മദ് കുട്ടി മാപ്പ് പറഞ്ഞ് ശിക്ഷയിൽ നിന്ന് ശിക്ഷ ഒഴിവാകുകയും ചെയ്തു. ഇവിടെ MP ജയരാജൻ ചെയ്ത കുറ്റത്തിന് തുല്യം ചേർത്താവുന്ന ഒന്നാണോ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും KC ജോസഫും നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ? ശ്രീ ഗോപികൃഷ്ണൻ, നാം മനസ്സിലാക്കേണ്ടത് MP ജയരാജൻ പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് പറഞ്ഞതാണ്. അത് പാതയോര പൊതുയോഗങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സാമൂഹ്യ വീക്ഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പരാമർശം. കോടതിക്ക് അത് തെറ്റെന്ന് തോന്നി, അതിൻ്റെ പേരിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് എന്തൊരു നീലക്കുറുക്കലാണെന്നും അറിവില്ലാത്തയാളാണെന്നും ഒക്കെ അടിസ്ഥാനരഹിതമായി എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഒരു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഒരു മന്ത്രിയും ഈ ഉത്തരവാദിത്തമില്ലാതെ ഇങ്ങനെ സഭയിലും മറ്റും പെരുമാറുന്നത്, പുറത്ത് പെരുമാറുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതുപോലെ തന്നെ മുൻകാല ചരിത്രം പരിശോധിക്കണമെന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ അവരിയ്ക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം അവർ കാണിക്കേണ്ടതായിരുന്നു. അല്ല, ഇവിടെ ശ്രീ സുരേഷ് ബാബു അതിനെ ന്യായീകരിച്ചത് സഭയ്ക്കകത്ത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട്, അത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ്. അങ്ങനെയാണ് താങ്കൾ പറഞ്ഞത് അല്ലേ? ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട്, അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള വരി താങ്കൾ മുഖ്യമന്ത്രിക്ക് ആ ഉത്തരവാദിത്തം ഉണ്ട്. ശ്രീ ഗോപികൃഷ്ണൻ, അത് തികച്ച് തെറ്റായിട്ടുള്ള നിലപാടാണ്. ഇവിടെ ഒരു ജഡ്ജി ഒരു ജുഡീഷ്യലായിട്ട് എടുക്കുന്ന ഒരു കേസിൽ ഇനി അതിൻ്റെ വസ്തുത ഞാൻ പറയാതിരുന്നു കഴിഞ്ഞാൽ അത് തെറ്റായി പോകും, ചരിത്രപരമായിട്ടൊരു വലിയ തെറ്റായി പോകും എന്നുള്ളത് ഞാൻ പറയാം. ഇന്നലെ ഒരു അഭിഭാഷകൻ പ്രതിയായിട്ടുള്ളൊരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ കോടതിയിലുണ്ടായത്. ആ അഭിഭാഷകനാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സ്വകാര്യ ന്യായം കൊടുത്ത ഒരു അഭിഭാഷകനാണ്. സ്വകാര്യ ന്യായം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിന്നു, ഈ ന്യായം പിൻവലിക്കാൻ കഴിയില്ല. പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളുമായി യാത്ര ചെയ്യുന്ന അവസരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കൊച്ചുമകളെ വലിച്ചിറക്കി
മനഃപൂർവ്വമായി അപമാനിക്കുന്നതിന് വേണ്ടി അദ്ദേഹം മദ്യപിച്ചു എന്ന് വരുത്തുന്നതിന് വേണ്ടി ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയത്. ആ കള്ളക്കേസാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ വസ്തുതകൾ കടലാസുകൾ അനുസരിച്ച് കഴിഞ്ഞാൽ ദിവ്യജ്ഞാനം വേണ്ട ഏത് അഭിഭാഷകനും അതുപോലെ തന്നെ പരിണിതപ്രജ്ഞനായ ജഡ്ജിക്കും അത് മനസ്സിലാകും. അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം എന്ന നിലയിൽ മാത്രമാണ് ജസ്റ്റിസ് അലക്സാണ്ടർ ഈ കാര്യം പറഞ്ഞത്. ഇത് നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റത്തിൽ ആകെ സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതിയെ സംബന്ധിച്ചാണ് ജസ്റ്റിസ് അലക്സാണ്ടർ ആത്മരോഷത്തോടുകൂടി പ്രതികരിച്ചത്. അല്ലാതെ അവിടെ അഡ്വക്കേറ്റ് ജനറലിനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചിട്ടില്ല. ആ കോടതിയിൽ നിരന്തരം പോകുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. അവിടെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലെ മാത്രമല്ല അദ്ദേഹം വിമർശിക്കാറുള്ളത്. ഗ്രഹപാഠം നടത്താതെ, കേസ് പഠിക്കാതെ, വസ്തുതകൾ മനസ്സിലാക്കാതെ കോടതിയിലെത്തുന്ന മുഴുവൻ അഭിഭാഷകരെയും അദ്ദേഹം ശകാരിക്കാറുണ്ട്. ആ ശകാരമെല്ലാം തങ്ങൾക്കുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഒരു ആർജവം എന്ന നിലയ്ക്ക് മാത്രമാണ്, സ്വയം വിമർശനം എന്ന നിലയ്ക്ക് മാത്രമാണ് അഭിഭാഷകർ എടുക്കാറ്. ഇതിൽ ഇന്നലെ സംഭവിച്ചതിൽ ഒരുപക്ഷെ ചില അഭിഭാഷകർക്കെങ്കിലും അതുപോലെ തന്നെ ചില സർക്കാർ അഭിഭാഷകർക്ക് ഒരുപക്ഷെ വളരെ കൃത്യതയോടെ ആ കോടതിയിലെത്തുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത അഭിഭാഷകർക്ക് ഒരുപക്ഷെ വേദന ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അലക്സാണ്ടർ തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ വേദനിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പലഘട്ടം കോടതിയിൽ തന്നെ പരാമർശിച്ചിട്ടുള്ളതാണ്. ഒരാളെ പോലും വ്യക്തിപരമായിട്ട് ഞാൻ വേദനിപ്പിക്കാൻ പറയുന്നതല്ല. ഇത് ഈ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യണം, ഈ സിസ്റ്റം നന്നാവണം. ഈ സിസ്റ്റം നന്നാവുന്നതോടുകൂടി അഭിഭാഷകർക്കും ജഡ്ജിമാർക്കും ഈ സമൂഹത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന നിലയ്ക്കുള്ള സന്ദേശം എന്ന നിലയിലാണ് അദ്ദേഹം വിമർശനം കൊണ്ടിരിക്കുന്നത്. അതിനെ ക്രിയാത്മകമായി കാണാതെ തങ്ങൾക്ക് ദോഷകരമായ കാര്യങ്ങൾ വന്നപ്പോൾ യുക്തിസഹമായി പൊതുസമൂഹത്തിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ ജഡ്ജിയെ അനാവശ്യം പറയുക, കുറുക്കലെന്ന് വിളിക്കുക എന്നെല്ലാം പറയുന്നത് അതെല്ലാം മന്ത്രിയുടെ സംസ്കാരത്തിൻ്റെ മൂല്യ തകർച്ചയുടെ ഒരു പ്രതിഫലനമായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അതിന് കേരളം അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയും ചെയ്യും. നിയമപരമായ നടപടികൾ എടുക്കുവാനായിട്ട് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു പൊതുസമൂഹം ഇവിടെയുണ്ട്. അവർ ഈ മന്ത്രിക്കെതിരെ തീർച്ചയായിട്ടും കണ്ടംപ്റ്റ് നടപടികളുമായിട്ട് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഇത് ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് അല്ല. ഇത് ഏതെങ്കിലും ഒരു വികാരത്തിൻ്റെ പുറത്ത് അറിയാതെ പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു പ്രതികരണമല്ല. ഇത് ബോധപൂർവം ആലോചിച്ചുറപ്പിച്ച് ഒരു പരിധിവരെ എഴുതി തയ്യാറാക്കി പറഞ്ഞതാണ് എന്ന് നമുക്ക് പറയാം. മുഖ്യമന്ത്രിയുടെ പ്രതികരണമായാലും KC ജോസഫിന്, ഒരുപക്ഷെ KC ജോസഫിനേക്കാൾ കൂടുതൽ ശക്തമായ ഭാഷയിൽ അദ്ദേഹം ജഡ്ജിയുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രം, പരോക്ഷമായി അതിശക്തമായ ഭാഷയിൽ ജഡ്ജിയെ വിമർശിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുന്നതല്ലേ? അല്ല, ഇതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഈ ജഡ്ജിയുടെ പരാമർശത്തിനോടുള്ള പ്രതികരണം ഒരു നിയമസഭയ്ക്കകത്ത് അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ച വന്നപ്പോഴാണ് അത് പറയേണ്ടി വന്നിട്ടുള്ളത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയതല്ല. അദ്ദേഹത്തിനോട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് പ്രതിപക്ഷം ചോദിച്ചത് AGക്ക് മേലുണ്ടായിട്ടുള്ള AGയുടെ ഓഫീസിന് നേരെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. അക്കാര്യങ്ങൾ ചർച്ച ചെയ്യണം, സഭ നിർത്തിവെച്ചെന്നതായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് ആവശ്യപ്പെട്ടത്. അതിന്റെ ഒന്നും അർത്ഥം ജഡ്ജിയെ വിമർശിക്കാനുള്ള ഒരു ലൈസൻസായി ഈ അടിയന്തര പ്രമേയ നോട്ടീസ് മാറിയെന്നല്ല. അത് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഈ ഒരു ചർച്ചാ വിഷയം ഉണ്ടാകുന്ന ഒരു കാര്യം അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസിൻ്റെ പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ വിശദീകരണത്തിൻ്റെ ഭാഗമായി പശ്ചാത്തല രംഗങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പരാമർശവും വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി ഒരു ജുഡീഷ്യറിയെ അപമാനിക്കുകയോ അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമവും നടത്തില്ല. മറിച്ച് അവിടെ വന്ന് മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശം എന്ന് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായും വേദനിക്കുന്നൊരു ഹൃദയം മുഖ്യമന്ത്രിക്കും ഉണ്ടാവുമല്ലോ. അദ്ദേഹം അറ്റോർണി ജനറലിനെ ധാർമ്മികമായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരു വിഷയത്തിനകത്ത് ഉണ്ടായ പരാമർശങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് വേദനയുണ്ടാകുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ വേദന അദ്ദേഹത്തിൻ്റെ ഒരു രോഷപ്രകടനം പോലെ ആണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധമില്ലാത്ത കേസിൽ അദ്ദേഹത്തെ വലിച്ചിഴച്ച് കമന്റ് പറയാൻ അലക്സാണ്ടർ തോമസിന് എന്താണ് അവകാശം? കമന്റ് പറഞ്ഞവരുടെ പൂർവ്വകാല ചരിത്രം നോക്കിയാൽ അവർ പറയുന്നതിൽ അത്ഭുതമില്ല. ചായത്തൊട്ടിയിൽ വീണ് രാജാവായ കുറുക്കൻ അറിയാതെ ഓരിയിട്ട് പോയാൽ കുറ്റപ്പെടുത്താൻ കഴിയുമോ? KC ജോസഫിന്റെ വേദനിക്കുന്ന ഹൃദയത്തിൽ നിന്ന് വന്ന ഫേസ്ബുക്ക് പോസ്റ്റാണിത്. ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, അങ്ങനെയല്ല അങ്ങനെ തന്നെയാണ് ഫേസ്ബുക്കിൽ തെറ്റായി പറയുന്നത്. അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനൊരു വ്യാഖ്യാനത്തിൻ്റെ ഒരു റൈഡർ ക്ലോസ് വന്നല്ലോ. അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഈ സ്ഥാപനത്തിനെതിരായിട്ട് വരുന്ന പരാമർശം അത് വസ്തുതാപരമാണെങ്കിൽ അത് തിരുത്താണ്ടതാണ് നിർബന്ധപൂർവം. യാതൊരു തെറ്റുമില്ല. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. ഒരു ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം
പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യുന്നില്ല എന്ന് ജഡ്ജിക്ക് ബോധ്യം വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശവും അധികാരവും ജഡ്ജിക്കുണ്ട്. അത് സ്വീകരിക്കേണ്ടുന്ന, അതിന് വേണ്ടുന്ന നടപടിക്രമങ്ങൾ നടത്തേണ്ടുന്ന ഉത്തരവാദിത്വവും ഗവൺമെൻറ്റിനുണ്ട്. അതല്ല, വസ്തുത ഇതല്ല എന്ന് ഉള്ള ഒരു മറുവാദം പറയാനുള്ള അവകാശത്തെ നമ്മൾ എന്തിനാണ് നിഷേധിക്കുന്നത്? അത് പറയേണ്ട ഭാഷയോ അത് പറയേണ്ട ശൈലിയോ ഇതാണോ? താങ്കൾ അതിനെ വ്യക്തിപരമാണ്. ശ്രീ എം വി ജയരാജന്റെ കേസ് വന്നപ്പോൾ ഇതൊന്നുമല്ലല്ലോ അഡ്വക്കേറ്റ് സുരേഷ് ബാബു താങ്കളും താങ്കളുടെ പാർട്ടിയും പറഞ്ഞത്. ജയരാജന്റെ കേസ് വന്നപ്പോൾ പാതയോര പൊതുയോഗത്തിനെതിരെ അദ്ദേഹം ഒരു നിലപാടെടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചുംബൻ എന്ന് വിളിച്ചപ്പോൾ ഈ നിലപാടായിരുന്നില്ലല്ലോ നിങ്ങൾക്കുണ്ടായിരുന്നത്. അന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് കോടതിക്കെതിരെ ഒരു അക്ഷരം ശബ്ദിക്കാൻ പാടില്ല. ഞങ്ങൾ ആ നിലപാടിൽ നിന്ന് ഞങ്ങൾ ആരും ഇപ്പോഴും മാറുന്നില്ല. അതിനേക്കാൾ രൂക്ഷവും മോശവും അല്ല. അതിന് ആ നിലപാടുകൾ കോടതിയുടെ പരാമർശങ്ങളോട് പക്വപരമായ സമീപനങ്ങൾ മാത്രമേ സ്വീകരിക്കാവൂ. അതിൽ യാതൊരു തെറ്റുമില്ല. അതിൽ നിന്നും വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള പരിശ്രമവും പാർട്ടിയും ഗവൺമെന്റും ഒക്കെ നടത്തും. ഒറ്റ കാര്യം പറയൂ, എം വി ജയരാജൻ നടത്തിയ പരാമർശത്തെക്കാൾ മോശമല്ലേ ഇത്? ഒരിക്കലും അല്ലല്ലോ. ചുംബൻ പരാമർശവും ഈ പറഞ്ഞ വാക്കുകളും തമ്മിൽ ജഡ്ജിയെ പ്രത്യേകം എടുത്ത് കുറുക്കൻ എന്ന് വിളിക്കുന്നത് ഒരു മോശം പ്രയോഗമല്ല. അല്ല, ഞാനിത് പൂർണ്ണമായും കണ്ടിട്ടില്ല. അല്ല, അതുകൊണ്ടല്ല, അങ്ങനെ തന്നത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊക്കെ പരാമർശങ്ങൾ നിയമപരമായ വ്യാഖ്യാനത്തിലൂടെ അതിനെ പരിശോധിച്ചത് മാത്രമേ എനിക്കതിന്. ഈ വിഷയത്തിൽ താങ്കൾ പ്രതിരോധത്തിലാണ് അഡ്വക്കേറ്റ് സുരേഷ് ബാബു. താങ്കളും താങ്കളുടെ പാർട്ടി താങ്കൾക്ക് ആ നിലപാട് സ്വീകരിക്കാം. എനിക്ക് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കെ സി ജോസഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും ഉമ്മൻചാണ്ടി ഒരു വസ്തുത ഞാൻ പറയാം. കെ സി ജോസഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ്ങോ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഒന്നുമല്ല. അതൊക്കെ വളരെ കൃത്യമായി അദ്ദേഹം ആലോചിച്ചിട്ട് തന്നെ എഴുതിയതാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതും അത് ഈ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് അദ്ദേഹത്തിന് നേരത്തെ കിട്ടുമല്ലോ, എന്താണ് മറുപടി പറയേണ്ടത് എന്നുള്ളത് അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും അതൊക്കെ ഒരു വികാര പ്രകടനത്തിൻ്റെ ഭാഗമായി കാണണം എന്ന ഒരു അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ ഓരോ ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളിലും ഭരണഘടനാ സ്ഥാപനങ്ങളിലും ഇരിക്കുന്ന ആളുകൾ അവരവരുടെ സീമകൾ ലംഘിക്കപ്പെടാതെ നോക്കേണ്ടുന്നത് അതത് ആളുകളുടെ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. എവിടെയെങ്കിലും അത്തരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഓർമ്മപ്പെടുത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് മാത്രം ഒരു കുറ്റമായി കാണാതിരിക്കണം. ചർച്ചയുടെ ഊഷ്മളതയിലും ഇടവേളയുടെ സമയം നമുക്ക് മറക്കാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം. അതിഥികൾ കാത്തിരിക്കും. ഹൈക്കോടതി ജഡ്ജിയെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും കെ സി ജോസഫിന്റെയും നിലപാട് ഏതുതരം അപകടങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നത്? നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത് അഡ്വക്കേറ്റ് സുരേഷ് ബാബു, അഡ്വക്കേറ്റ് ഉദയഭാനു, ശ്രീരാമകൃഷ്ണൻ MLA എന്നിവരാണ്. ശ്രീരാമകൃഷ്ണൻ, നേരത്തെ കോടതി അലക്ഷ്യ നടപടികൾക്ക് വിധേയനായപ്പോൾ ശ്രീ എം വി ജയരാജൻ, ശ്രീരാമകൃഷ്ണൻ താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ശ്രീരാമകൃഷ്ണൻ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കും, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇവിടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കെ സി ജോസഫും രണ്ടുപേരും ശക്തമായ ഭാഷയിൽ തന്നെയാണ് ജഡ്ജിയെ വിമർശിച്ചിട്ടുള്ളത്. അതോടൊപ്പം ജഡ്ജി നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തെക്കുറിച്ചിട്ടുള്ള സൂചനയും ഇന്ന് സഭയിൽ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി നൽകുകയുണ്ടായി. ജഡ്ജി പറഞ്ഞത് MK ദാമോദരൻ പറഞ്ഞാൽ, അന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ പോലീസ് കേൾക്കുമായിരുന്നു. അതിന് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞ മറുപടി, AG പറഞ്ഞ് പോലീസ് കേൾക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകില്ല, ആഭ്യന്തര വകുപ്പ് സർക്കാർ പറയുന്നതാണ് ഇവിടെ പോലീസ് കേൾക്കുകയെന്നാണ്. അങ്ങനെ ജഡ്ജി നടത്തിയിട്ടുള്ള ഓരോരോ നിരീക്ഷണങ്ങൾക്ക് അദ്ദേഹം സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി ചോദിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് മറുപടി നൽകുകയും അതേസമയം ജഡ്ജിയെ നല്ല ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. ഇതിൽ ആദ്യത്തെ ഭാഗം അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വിശദീകരണം എന്ന നിലയിൽ അനുവദിച്ചു കൊടുക്കാം. രണ്ടാം ഭാഗം അത് അദ്ദേഹം സഭയിൽ വെച്ച് നടത്തി എന്നതുകൊണ്ട് കോടതി ഇലക്ഷൻ നടപടികളിൽ നിന്ന് മുക്തനാകുമോ, അല്ലെങ്കിൽ അതിന് പുറത്താകുമോ ശ്രീ ഉമ്മൻചാണ്ടി സഭയിൽ നടത്തിയ പരാമർശമായതുകൊണ്ട്? സഭയിലായി ആണ് എന്നുള്ളത് കൊണ്ട് മുഴുവൻ പരിരക്ഷയും അദ്ദേഹത്തിന് കിട്ടും എന്ന് അദ്ദേഹത്തിൻ്റെ വ്യാമോഹം മാത്രമാണ്. ഈ പാർലമെൻ്ററി പ്രിവിലേജ് എന്ന് പറയുന്നത് അത് കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും നടക്കുന്ന അന്തരീക്ഷത്തിലും എല്ലാം ഉണ്ട് എന്ന് കരുതുന്നത് ശരിയല്ല. സഭ്യമായ കാര്യങ്ങൾക്ക് മാത്രമാണ് അത് ഉപയോഗിക്കാവുന്നത്. പാർലമെൻ്ററി ആയിട്ടുള്ള ചുമതലകൾ വഹിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യാമെങ്കിലും ഒരു ജുഡീഷ്യൽ മെമ്പറെ പേര് പറഞ്ഞ് അത് ഇത്തരം പരാമർശം നടത്താമോ ഇല്ലെന്നുള്ളത് അവിടെ നാം മനസ്സിലാക്കേണ്ട.
അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നമുണ്ട്. ശ്രീ ഗോപികൃഷ്ണൻ, ശ്രീ സുരേഷ് ബാബു സാറിനോ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണനോ ഗോപികൃഷ്ണനോ എനിക്കോ എല്ലാം നമുക്ക് നേരിടുന്ന ഒരു അവകാശ ലംഘനത്തെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പരാമർശത്തെ ഏതൊരു വേദിയിലും വേണമെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ മറ്റൊരു രീതി വരെ വേണമെങ്കിൽ പ്രതികരിക്കാം. സ്വന്തം പദവി അതിൻ്റെ നൽകുന്ന ചില ചുമതലാപരമായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് ഏത് പൊതുസമൂഹത്തിൽ നിന്നുണ്ടായ വിമർശനങ്ങളെ പരസ്യമായി വന്ന് പറയാനായിട്ട് പറ്റില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി നിൽക്കുന്ന ഒരു ജഡ്ജിയെ സഭയിലെ ഇത്ര ആളുകൾ നിൽക്കെ സഭാനാഥൻ കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി അവഹേളിക്കുന്ന തരത്തിൽ പ്രതികരിക്കുന്നത് അത് പക്വതയാണോ, നിയമപരമായി ശരിയാണോ? ഇതാണ് പരിശോധിക്കപ്പെടേണ്ട വിഷയം. അങ്ങനെ പരിശോധിക്കുമ്പോൾ പ്രതികരിക്കാനായിട്ട് ശേഷിയില്ലാത്ത അല്ലെങ്കിൽ പ്രതികരിക്കാൻ ശേഷിയുണ്ടെങ്കിൽ തന്നെയും പ്രതികരിക്കാനായിട്ടുള്ള സാധ്യതകളില്ലാത്ത സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജഡ്ജിയെ ഈ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സമീപനത്തിലൂടെ അടച്ചാക്ഷേപിക്കുന്ന സമീപനം അത് തെറ്റാണ്. അവിടെയാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കാതെ പോയത്. പാർലമെൻ്ററി പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ആക്ഷേപിക്കാനുള്ളതല്ല, തൻ്റെ അവകാശങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തുവാനുള്ളതാണ്. ആ ബോധ്യപ്പെടുത്തുവാനുള്ള ചുമതല നിർവഹിക്കാതെ അപമാനിക്കുവാനും വേട്ടയാടുവാനും വേണ്ടി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുവാനും അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അതിൽ മറ്റ് ഇടതുപക്ഷ ചായ്വുകൾ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ ചലഞ്ച് ചെയ്യുന്നതാണ്, വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപമാണ്. അത് ഉന്നയിക്കാൻ ഒരു മുഖ്യമന്ത്രിക്കും ഒരു നിയമവും അനുവാദം കൊടുക്കുന്നില്ല. അഡ്വക്കേറ്റ് ഉദയഭാനു, ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിൽ താങ്കളുടെ നിരീക്ഷണത്തിൽ MV ജയരാജൻ നടത്തിയിട്ടുള്ള കോടതി അലക്ഷ്യത്തെക്കാൾ രൂക്ഷവും ഗൗരവമേറിയതുമാണോ ഉമ്മൻചാണ്ടിയും KC ജോസഫും ഈ നടത്തിയിട്ടുള്ള ജഡ്ജിക്ക് മേൽ നടത്തുന്ന ഈ വിമർശനങ്ങൾ? ശ്രീ ഗോപികൃഷ്ണൻ, എന്താണ് സംശയം? MV ജയരാജൻ നടത്തിയത് വ്യക്തിപരമായി ഒരു ജഡ്ജിക്കുമെതിരായിട്ട് പറഞ്ഞതല്ല. പൊതുവെ നടക്കുന്ന കാര്യങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വീക്ഷണത്തിനനുസരിച്ച് അദ്ദേഹത്തിന് ഉപയോഗിക്കാവുന്ന ഒരു ഭാഷ കടമെടുത്തുകൊണ്ട് അദ്ദേഹം അത് പ്രതികരിച്ചു. അവിടെ ജഡ്ജിമാർ എന്ന നിലയ്ക്ക് ആ നിലയിൽ പദവിയിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് പിന്നീട് കോടതി കണ്ടല്ലോ തെറ്റാണെന്ന്, അതനുസരിച്ച് അത് അവസാനിക്കുകയും ചെയ്തല്ലോ. അതിനേക്കാളുമൊക്കെ എത്രയോ മടങ്ങ് ഗൗരവമേറിയ തെറ്റാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഒന്ന്, സമാധാനരായിട്ടുള്ള മുഖ്യമന്ത്രി, അദ്ദേഹം ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, അദ്ദേഹം അത് പറയാൻ പാടില്ലായിരുന്നു, ഈ വ്യക്തിപരമായിട്ട് ശ്രീ അലക്സാണ്ടർ തോമസിനെ ആക്ഷേപിക്കാൻ പാടില്ലായിരുന്നു. രണ്ടാമത്, അതിലേറെ സാംസ്കാരിക മന്ത്രി മുൻകൂട്ടി തയ്യാറാക്കി ഒരു പോസ്റ്റ് ചെയ്യുന്നു. ആ പോസ്റ്റ് ചെയ്ത് യാദൃശ്യമെന്നൊന്നും പറയാൻ കഴിയില്ലോ. മുഖ്യമന്ത്രിയുടെ വേണമെങ്കിൽ എഴുതി കൊടുക്കുന്ന മറ്റാരോ എഴുതി കൊടുത്ത് മുഖ്യമന്ത്രി ഒരുപക്ഷെ പറയാൻ നിർബന്ധരായി പറഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ ഒഴികൊഴി പറയാം. പക്ഷേ സാംസ്കാരിക മന്ത്രി ചെയ്തതിന് എന്താണ് ന്യായമുള്ളത്? എഴുതി തയ്യാറാക്കി മുൻകൂട്ടി വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കണമെന്നും ആക്ഷേപിക്കണമെന്നും ആ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്ക് മോശകരമായിട്ടുള്ള രീതിയിൽ ജനങ്ങൾക്ക് വിലയിരുത്താനുള്ള അവസരം കൊടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രമല്ലേ അത് പ്രചരിപ്പിച്ചത്? അതിനുശേഷം ഒരു ഖേദപ്രകടനം നടത്താനായിട്ട് അവർ തയ്യാറായിട്ടുണ്ടോ? ഇതൊന്നുമില്ല എന്നുള്ളത് തന്നെ ഇത് വളരെ വ്യക്തിപരമായ ഒരു ബോധപൂർവമായിട്ടുള്ള സ്വഭാവ ഹത്യ നടത്തുവാനും ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിൽ സൗഹൃദപരമായിട്ട് നിലനിന്ന് പോകേണ്ട ഒരു ബന്ധത്തെ അവസാനിപ്പിക്കുവാനും വേണമെങ്കിൽ ഒരു വെല്ലുവിളി എന്ന നിലയിൽ ഞങ്ങൾ ഏറ്റുമുട്ടാനും ഇതാ തയ്യാറായിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനത്തിൻ്റെ നാന്ദി കൂടിയാണ് ഇത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, അടുത്ത ചോദ്യം ഞാൻ താങ്കളിലേക്ക് ചോദിക്കുന്നതിന് മുൻപ് MK ദാമോദരന്റെ കാലത്ത് പോലീസ് ദാമോദരൻ പറഞ്ഞത് കേട്ടിരുന്നു എന്നതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം. മിസ്റ്റർ MK ദാമോദരൻ ആയിരുന്നെങ്കിൽ പോലീസ് ഏജ് പറയുന്നത് പോലെ പ്രവർത്തിച്ചാണ്. മിസ്റ്റർ മാത്യു ടി തോമസ്, ഇവിടെ പോലീസ് കേൾക്കുന്നത് ഗവൺമെന്റും ആഭ്യന്തരമന്ത്രിയും പറയുന്നത് കേൾക്കാനാണ്. പോലീസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കാനല്ല. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഞാൻ ഈ ബൈറ്റ് വീണ്ടും കേൾപ്പിക്കാൻ ഇടയായത് അഡ്വക്കേറ്റ് ഉദയഭാനു പറഞ്ഞിടത്തുന്ന കാര്യങ്ങളിലേക്ക് വരാൻ വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് കേവലമായി ഏതെങ്കിലും ഒരു തരത്തിൽ നിന്നുകൊണ്ട് ഒരു വിമർശനം നടത്തുകയില്ല, വളരെ ആസൂത്രിതമായി ഞങ്ങളിതാ ഈ ജുഡീഷ്യറിയുമായി ഞങ്ങൾ ഒരു ഏറ്റുമുട്ടലിന് സർക്കാർ തയ്യാറായിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് ഈ രണ്ട് നിലപാടുകളിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് വളരെ ഓർഗനൈസ്ഡ് ആണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നത്. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതാണ് ഇത് എന്നാണ് നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് ഉദയഭാനു പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ ഈ അഭിപ്രായത്തെ പങ്കുവയ്ക്കുന്നുണ്ടോ? ഞാൻ ഗോപീഷ്, അതിനോട് ശ്രീ ഉദയഭാനു പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് തന്നെയാണ് ഞാനും അതിനെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നത്. മറുപടി പറയാൻ അവസരമില്ലാത്ത അല്ലെങ്കിൽ മറുപടി പറയാൻ സാഹചര്യമില്ലാത്ത പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന പരാമർശങ്ങൾ ശ്രദ്ധയോടുകൂടി വേണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അതിനോട് യോജിക്കുന്നത്.
ഈ കേസ് വിചാരണ നടക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രി യാതൊരു തരത്തിലും അതിനകത്ത് കേസിൽ ഇൻവോൾവ് അല്ല. മുഖ്യമന്ത്രിക്ക് അഭിഭാഷകനില്ല അവിടെ. അത്തരമൊരു സാഹചര്യത്തിൽ ആവശ്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിലും ആവശ്യമില്ലെന്ന് തോന്നുന്ന ജനവിഭാഗങ്ങളുമുള്ള ഒരു സമൂഹത്തിനകത്ത് എൻ്റെ സാന്നിധ്യമില്ലാത്ത, എനിക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തെയാണ് മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. അത് രണ്ടും ഒരേ തലത്തിലാണ് ഞാൻ കാണുന്നത്. AGയുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങളെ ഹൈക്കോടതി വാക്കാൽ വിമർശിച്ചു എന്നിരിക്കുക. ഇതായിരിക്കണമായിരുന്നു സർക്കാർ മറുപടിയിൽ ഉപയോഗിക്കേണ്ട ഭാഷയും സമീപനവും. അത് ഞാൻ പറഞ്ഞല്ലോ. നമുക്കെന്ന് വെച്ചാൽ എല്ലാ ആളുകൾക്കും അവരവരുടെ രീതിക്കനുസരിച്ചുള്ള ഭാഷ, അത് ഏറ്റവും മാന്യമായ ഭാഷ, ഏറ്റവും ന്യായമായ ഭാഷ, മറ്റൊരാൾ കേട്ടാൽ ചെ എന്ന് പറയാത്ത ഭാഷ ഉപയോഗിക്കുന്നതാണ് പൊതുസമൂഹത്തിൻ്റെ താല്പര്യത്തിന് നല്ലത്. ഞാൻ അതിനോട് യോജിക്കുന്നു. പക്ഷേ ഇവിടെ ഈ പ്രശ്നം വന്നിരിക്കുന്നത് അവിടെയല്ലല്ലോ. മുഖ്യമന്ത്രിക്ക് എന്താണ് അവകാശം വിമർശിക്കാൻ എന്നൊക്കെയുള്ളൊരു ചോദ്യത്തിന് മുഖ്യമന്ത്രി ഒന്ന് മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നത് കാരണങ്ങളാൽ എന്ന് പറഞ്ഞത് അതൊരു സ്ഥാപനത്തിനെ വിമർശിക്കാനല്ല, അതൊരു സ്ഥാപനത്തിനോടുള്ള എതിർപ്പല്ല, വെല്ലുവിളിയല്ല, അതൊരു ചാലഞ്ചല്ല. അങ്ങനെയല്ല. ഇതൊക്കെ ഞാൻ സമ്മതിച്ചു തന്നാൽ ഇതിനെപ്പറ്റി ഒന്നും എനിക്കൊരു ധാരണയുമില്ല എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ ഇതിൽ നമുക്ക് വ്യക്തത ഉണ്ടാകണമല്ലോ. എനിക്ക് മനസ്സിലാകാത്തത് ഈ വിഷയത്തിൽ താങ്കൾക്ക് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെയും നിങ്ങളുടെ മന്ത്രിയായ ശ്രീ KC ജോസഫിനെ എല്ലാം സംരക്ഷിക്കണം, പ്രതിരോധിക്കണം. ഞാൻ അംഗീകരിക്കുന്നു. രാഷ്ട്രീയമായി താങ്കളുടെ ഉത്തരവാദിത്വവും ചുമതലയുമാണത്. പക്ഷേ ദ ഫാക്ട് റിമെയിൻസ് എ ഫാക്ട്. ഇവിടെ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞത് ജഡ്ജിയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ, അദ്ദേഹത്തെ വിശ്വസിക്കാൻ എങ്ങനെ നിങ്ങൾ ജഡ്ജിയെ വിശ്വസിക്കും എന്ന് തോന്നുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ്. KC ജോസഫ് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം മറക്കരുതെന്നാണ്. ഇങ്ങനെയാണോ ഒരു ജഡ്ജിയെ വിമർശിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ വിധിന്യായത്തെ, അദ്ദേഹത്തിന്റെ വസ്തുതകളുടെ പരാമർശങ്ങൾ മാത്രമാണ് ഉണ്ടായത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയത് വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇവിടെ ശ്രീ MV ജയരാജന്റെ പരാമർശം, പൊതുവായ ഒരു പരാമർശമാണെന്ന് ഉദയഭാൻ വക്കീൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഒരു മീഡിയ ക്രേസിയാണോ? അല്ല, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് മീഡിയ ക്രേസിയാണോ? അങ്ങനെയാണ് KC ജോസഫ് എന്റെ വായിലേക്ക് ഉത്തരങ്ങൾ തരില്ല. എന്റെ വായിലേക്ക് ഉത്തരങ്ങൾ താങ്കളാണ് പറഞ്ഞത്. ഇത് ന്യായീകരിക്കും. താങ്കൾ വസ്തുതകൾ പറയുന്നു. ആ വസ്തുതകൾ ശരിയാകാം, ആ വസ്തുതകൾ ഒരുപക്ഷെ തെറ്റാവാം. ശരിയായ കാര്യങ്ങളല്ലേ ഈ പരാമർശങ്ങൾ ഒരുപക്ഷെ ശരിയാകാം, അല്ലെങ്കിൽ തെറ്റാവാം. ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് അതിൻ്റെ ഡോക്യുമെന്റ്സ് ഇല്ല, എനിക്ക് അതിനകത്ത് ഡോക്യുമെന്റ്സിലേക്ക് ആക്സസും ഇല്ല. പക്ഷെ ഇവിടെ ശ്രീ ജയരാജൻ പറഞ്ഞത് ആ ഒരു വിധി പ്രകടിപ്പിച്ച ജഡ്ജിക്കെതിരെ തന്നെയാണ്, അതിന് തന്നെയാണ്. അതുകൊണ്ട് അതൊരു പൊതുവായ തത്വത്തിൻ്റെ പേരിൽ പൊതുവായി ഒരു പരാമർശമാണ് എന്ന് ന്യായീകരിക്കാൻ ഉദയഭാൻ വക്കീൽ ശ്രമിക്കരുത്. അതും ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോഴത്തെ പരാമർശ വിഷയമായിട്ടുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്നത് പോലെ തന്നെ അതിനെയും കുറ്റപ്പെടുത്താനുള്ള വിശാലത അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇവിടെ അത് പറയുമ്പോഴും അത് ഞാൻ സമ്മതിക്കുന്നു. അതായത് നീതിപൂർവം അല്ലെങ്കിൽ പക്ഷപാതമില്ലാതെ ഈ ചർച്ച നമ്മൾ നയിക്കുമ്പോൾ താങ്കൾ ഈ പറഞ്ഞ വാദത്തെയും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ കോടതി ലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ട MV ജയരാജൻ അന്ന് പറഞ്ഞു പക്ഷപാതപരമായിട്ടാണ് കോടതി എൻ്റെ മേൽ ശിക്ഷ വിധിച്ചിട്ടുള്ളത്, കാരണം ജഡ്ജിമാർ തിണ്ണനിരങ്ങികളാണ് എന്ന പരാമർശം നടത്തിയ, ബാർ ഉടമകൾക്ക് കൈക്കൂലി കൊടുക്കുന്നത് കണ്ടു എന്ന് പരാമർശം നടത്തിയ കോൺഗ്രസിന്റെ നേതാവായ K. സുധാകരനെതിരെ നടപടിയെടുത്തില്ല. താൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് നടപടിയെടുത്തു. പക്ഷപാതപരമായാണ് എന്ന ആക്ഷേപം അന്ന് MV ജയരാജനുണ്ടായിരുന്നു. ആ പരാമർശത്തെക്കുറിച്ച് മറുപടി പറയാൻ ഞാൻ ശക്തനല്ല, ഞാനതിനകത്ത് ശക്തമല്ല. കാരണം എന്താ വെച്ചാൽ ഇത് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയെ ഏറ്റവും ആദരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനും കോൺഗ്രസ്സുകാരനുമാണ് ഞാൻ. ജുഡീഷ്യറിയിൽ നിന്ന് എന്തെങ്കിലും ചെറിയ പരാമർശങ്ങൾ ഉണ്ടായാൽ പോൽ തന്നെ അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അനിവാര്യതയ്ക്ക് ഒരു പക്വമായ സമീപനം സ്വീകരിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ആ സമയത്ത് ഒരു പൊതുസമൂഹത്തെ മുഴുവൻ ചീത്തയായി പോകുന്നു എന്ന വ്യാഖ്യാനം വരാൻ ഇടയാകുന്ന പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താനാകാം മുഖ്യമന്ത്രിയും ശ്രീ KC ജോസഫും പറഞ്ഞിട്ടുള്ളത്. ഭാഷാശൈലികളിൽ, ഭാഷാരൂപങ്ങളിൽ ഉള്ള വ്യത്യാസങ്ങൾ അത് അവരവർ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടതാണ്. അഡ്വക്കേറ്റ് ഉദയഭാനു, ഈ പരാമർശങ്ങളും നിലപാടുകളും വിളിച്ചു വരുത്തുന്ന ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്തായിരിക്കും സർക്കാരിന്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെ വളരെ മോശമായിട്ടുള്ളൊരു പശ്ചാത്തലത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇത് ഒരു ജഡ്ജി നടത്തിയ പരാമർശം, ആ പരാമർശത്തെ സഹിഷ്ണുതയോടുകൂടി സ്വീകരിക്കാനുള്ള ഒരു വിശാലമായ മനസ്സ് കാണിക്കാതെ അത് ഉയർത്തിയ ആളെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന, അത് ജഡ്ജി ഒരു ഹൈക്കോടതി ജഡ്ജിയെ പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളെ യാതൊരു മടിയും കൂടാതെ യാതൊരു വളരെ മ്ലേച്ഛമായ രീതിയിൽ തന്നെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു സഭാനാഥൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനമായിട്ടുള്ള മറ്റൊരു മന്ത്രിയും, അതും സാംസ്കാരിക മന്ത്രി എന്ന് അവകാശം എന്ന് പറയുന്നത്, സാംസ്കാരികത്തെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ ഉന്നതമായിട്ടുള്ള വിശാലമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. അതൊന്നും തന്നെ സ്വന്തം വാക്കുകളിൽ വേണമെന്ന് നിർബന്ധ ബുദ്ധിയില്ലാത്ത ഒരു മന്ത്രി. ഇതിൻ്റെ ഒരു പ്രത്യാഘാതമെന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇത് കീഴ്വഴക്കങ്ങളുമായി ബന്ധപ്പെടുത്തി രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന എന്നുള്ള ഒരു വലിയ ഗൗരവമേറിയ പ്രശ്നമുണ്ട്. നിയമപരമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പൗരൻ നാളെ ഇത് കണ്ടംപ്റ്റുമായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോടതിയിലെ ഒരു നിയമപരമായിട്ട് ഏറ്റുമുട്ടലിന് വഴിയൊരുങ്ങും. അത് യാതൊരു സംശയവുമില്ല. രണ്ടാമത്, ജനങ്ങൾക്ക് ഇന്ന് ആകെ ആശ്രയമായി നിൽക്കുന്ന ഏക ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്ന് കോടതി എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ മറന്നു പോകുന്ന, ചർച്ച ചെയ്യപ്പെടാവുന്ന വളരെ ഗൗരവമേറിയൊരു വിഷയമുണ്ട്. ജസ്റ്റിസ് അലക്സാണ്ടറുടെ കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കോടതി പോലെ തന്നെ വളരെ സുപ്രധാനമാണ്. എന്തുകൊണ്ടെന്നാൽ സീനിയറായിട്ടുള്ള അഭിഭാഷകരെ, സീനിയറായിട്ടുള്ള ഗവൺമെൻറ് അഭിഭാഷകരെ ആ കോടതിയിലേക്ക് അയക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ മർമ്മപ്രധാനമായിട്ടുള്ള പല കേസുകളുടെയും ജനങ്ങളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പൊതുസമാധാനത്തെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള കേസുകൾ, ക്രിമിനൽ പലവക കേസുകൾ ചെയ്യപ്പെടുന്ന ആ കോടതിയിൽ തികച്ചും ഗൗരവമേറിയായിട്ടുള്ള രീതിയിൽ ഗ്രഹപാഠം നടത്തുന്ന, അല്ലെങ്കിൽ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പ്രാപ്തിയുള്ള അഭിഭാഷകർ തന്നെയാണ് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അഡീഷണൽ ശ്രീ ടോം ജോസ് പടിഞ്ഞാറക്കര, ശ്രീ വിജയരാഘവൻ, ശ്രീ നൂർനാട് റഷീദ്, ശ്രീ സുരേഷ് തുടങ്ങിയ ആളുകളെ കോടതി തന്നെ, ശ്രീ അലക്സാണ്ടർ തോമസ് തന്നെ വിളിച്ചു വരുത്തുകയാണ് പതിവ്. അവിടെയുള്ള അഭിഭാഷകരുടെ ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര സഹായങ്ങൾ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തരം നിലപാടുകൾ എടുക്കുന്ന ജഡ്ജി അത് ക്രിയാത്മകമാണ് എന്ന് മനസ്സിലാക്കാനും അതിനെ വിലയിരുത്തേണ്ട ഒരു മെഷർ എന്ന നിലയിൽ അഡ്വക്കേറ്റ് ജനറൽ ഇതിൽ വിജയിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ആ വിജയം ഇല്ലായ്മയിൽ നിന്നാണ് ഒരു പക്ഷേ ഈ രൂക്ഷമായ ജഡ്ജിയെ വിമർശിക്കുന്ന സർക്കാർ നിലപാട് ഏതുതരം പ്രത്യാഘാതങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നത്? ഒരുപക്ഷെ വരും ദിവസങ്ങളായിരിക്കും ഇതിന് മറുപടി നൽകുക. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് എ സുരേഷ് ബാബു, അഡ്വക്കേറ്റ് ഉദയഭാനു, ശ്രീരാമകൃഷ്ണൻ MLA ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയതിന്. ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.